ഇന്നത്തെ ഈ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ബ്രെഡ് വേണം. ബ്രെഡ് ഞാനൊരു 4 ബ്രെഡോളം എടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്രെഡൊന്ന് നനച്ച് വേണം എടുക്കേണ്ടതൊന്ന്. ഇതുപോലെ ഒന്ന് നനച്ചിട്ട് വെള്ളമൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കണം. അങ്ങനെ 4 ബ്രെഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുറച്ച് സമയം മതി നമുക്കിതൊന്ന് ചെയ്തെടുക്കുന്നതിന്. ഇതുപോലെ നമ്മൾ ബ്രെഡെല്ലാം ഒന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ബ്രെഡ് ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കണം. ഇങ്ങനെ അല്ലാതെ നമുക്ക് ബ്രെഡ് ക്രംസും വെച്ചും ഇത് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസും എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ പരുവത്തിന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് സവാള വേണം. സവാള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട വേണം. മുട്ട ഒരു 2 മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മുട്ട ആ ബ്രെഡ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ട 2 മുട്ട പുഴുങ്ങിയെടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണേ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് സവാള ഉള്ളിയാണ്. സവാള ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് വേണേ. പിന്നെ ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയില. പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. പേസ്റ്റ് ചേർക്കരുത്. അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. ചതച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ എടുത്തേക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളല്ലാതെ ഇറച്ചി മസാലയുടെ പൊടിയോ ചിക്കൻ മസാലയുടെ പൊടിയോ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇറച്ചി മസാലയുടെ പൊടി കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ 3 പൊടികളും ചേർത്ത് കൊടുക്കുന്നത്. ഇറച്ചി മസാലയുടെയോ ചിക്കൻ്റെയോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്കതും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം അരിമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരിപ്പൊടി. അതും കൂടെ ചേർത്ത് കൊടുക്കണം. പക്ഷേ അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി. അതായത് ഇതിലേക്ക് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 2 ടീസ്പൂൺ അരിമാവിൻ്റെ പൊടിയുണ്ടല്ലോ, അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഒത്തിരി അങ്ങ് ലൂസാവരുത്. നമുക്ക് ഇങ്ങനെ കയ്യിലിങ്ങനെ ബോളാക്കുമ്പം കൈ പിടിക്കാൻ പറ്റണം. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നമുക്കത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം തോനെയായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മളൊന്ന് ഈ ഷേപ്പിലൊന്ന് എല്ലാം ഉരുട്ടിയെടുത്തിട്ട് പിന്നെ 2 മുട്ട വേണം. ആ മുട്ടയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് ഒന്ന് കോട്ട് ചെയ്ത് വേണം നമ്മൾക്ക് എണ്ണയിലിടേണ്ടത്. ഇതിപ്പോൾ ഞാനെല്ലാം മുട്ടയുടെ 2 മുട്ട എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തെടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഓരോന്നും നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ അകത്തൊന്ന് ഇട്ടൊന്ന് റോൾ ചെയ്യണം. നമ്മൾ മുട്ടയുടെ ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് മുക്കിയെടുക്കുമ്പം തന്നെ ബ്രെഡ് ക്രംസ് അതിൽ നന്നായിട്ട് പിടിക്കും. അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതുപോലെ എല്ലാ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ നല്ല ഫ്രൈ ആയി തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. നന്നായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതിലേക്ക്. ഇത് എളുപ്പവുമാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അത് നമുക്ക് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കുന്നതിന്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി അതൊന്ന് ചെയ്തെടുക്കുന്നതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.